ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ് ആണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പേജ് റീപ്ലേസ്മെന്റ് എന്താണെന്നുള്ളത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം ആണ്. സോ അതിൽ ഫസ്റ്റ് അൽഗോരിതം ആണ് ഫിഫോ എന്ന് പറയുന്നത്. ഫിഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു സിംപിളസ്റ്റ് ആയിട്ടുള്ള പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം ആണ്. ഈ ഫിഫോ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നോക്കാം. ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ 3 ഫ്രെയിംസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെ 3 ഫ്രെയിംസ് ആണ് ആകെ ഉള്ളത്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താ, പേജുകളാന്ന് വിചാരിക്കുക, പേജ് നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. സോ നമ്മൾ ഫസ്റ്റ് പേജിനെ ലോഡ് ചെയ്തു, 7നെ ലോഡ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, 0 വന്നു, 0യെ നമ്മൾ ലോഡ് ചെയ്തു, 07, ദെൻ 1നെ നമ്മൾ 107. അപ്പം ഈ ഒരു 3 പേജുകൾ നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവും അല്ലെ. ആദ്യം നമ്മൾ ഫ്രെയിം നമ്മൾ കംപ്ലീറ്റ് ആക്കുക, ഫ്രെയിം നമ്മൾ ലോഡ് ചെയ്ത് ഫില്ല് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് നോക്കുമ്പോൾ എന്താ, 2 എന്ന് പറഞ്ഞ ഒരു ഫ്രെയിം, ഒരു പേജ് ആണ്. അപ്പൊ ഈ സെക്കൻഡ് പേജിനെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യണം വേണ്ടേ. അതിനകത്തോട്ട് എങ്ങനെയാണ്, അപ്പൊ ഏത് പേജിനെ നമ്മൾ ഈ ഒരു ഫ്രെയിമിനകത്തുനിന്ന് റിമൂവ് ചെയ്യും, അതാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. ഫിഫോയുടെ കേസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നല്ലേ. അപ്പൊ ഇവിടെ ഏറ്റവും ആദ്യം വന്നത് 7 ആണല്ലേ, 7 ആണ് ഏറ്റവും ആദ്യം വന്നത്. ഈ 107ൽ 7 ആണ് ഏറ്റവും ആദ്യം വന്നത്. അപ്പൊ ആദ്യം വന്ന ആളെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുക, അത്രേ ഉള്ളൂ. അപ്പം 210 എന്ന് വരും. അപ്പൊ 7 ഇവിടുന്ന് പോയി. ഇനി നെക്സ്റ്റ് 0 ആണ്. 0 വരുമ്പോൾ എന്താ, ഇവിടെ ഓൾറെഡി ആ പേജ് ഉണ്ടല്ലേ, അങ്ങനെയാണ് ഇത് ഹിറ്റ് എന്ന് പറയും. അപ്പൊ ഹിറ്റ് ആണ് നമ്മൾ ഈ ഒരു ആരോ വെച്ചിട്ട് കാണിക്കുന്നത്. നെക്സ്റ്റ് 3 വരുമ്പോഴത്തേക്കിനും എന്താ, 3 വരുമ്പോഴത്തേക്കിനും നമ്മൾ നോക്കുകയാണ് 321 എന്ന് വരും അല്ലെ. അതായത് ഈ 210ൽ നമ്മൾ എടുത്ത് മാറ്റുന്ന ഏതിനെയാണ്, ഈ 0 ആണ് നമ്മൾ മാറ്റുന്നത് അല്ലെ. അപ്പൊ ഈ 210 നോക്കുവാണെങ്കിൽ അതിലെ ഏറ്റവും ഏറ്റവും ആദ്യം വന്നത് 0 ആയിരുന്നു. 210ൽ ഏറ്റവും ആദ്യം 0 ആണ് വന്നത്. അപ്പൊ അതിനെ നമ്മൾ എടുത്ത് മാറ്റും. അപ്പൊ 321 എന്ന് വരും. നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് 0 ആണ്. 0 വരുമ്പോൾ എന്താണ്, നമ്മൾ ഈ 321ലെ 1നെയാണ് എടുത്ത് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ ഈ ആദ്യം വന്നത് ഏറ്റവും ലാസ്റ്റ് വരും. ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഏറ്റവും ലാസ്റ്റ് വരുന്നതിനെ മാറ്റി 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 കൊടുത്താൽ മതി. ഓക്കെ, ഇതൊക്കെ ഹിറ്റ് ആണ്, ഇതൊക്കെ ഓൾറെഡി ഉള്ള ഹിറ്റ് ആണ് കേട്ടോ. 3 2 പിന്നെ 0 വരും, 1 വരും. കാരണം 0 ഓൾറെഡി ഇവിടെ ഉണ്ട് അല്ലെ. ഇവിടെ 10 ഉണ്ട്, ഇവിടെ ഓൾറെഡി 0 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഹിറ്റ് ആണ്. പിന്നെ 7 2 1 വരുന്ന കേസിൽ, ഈ 7 വരുന്ന കേസിൽ നമ്മൾ എന്താ ചെയ്യുക, ഇപ്പൊ ഇവിടുന്ന് നമ്മൾ ഏതാ 0യെ മാറ്റും അല്ലെ. ഇപ്പൊ 7 2 1 വരും. ഓക്കെ, അപ്പൊ ഇതിങ്ങനെയാണ് നമ്മൾ ഫിഫോ ചെയ്യുന്നത്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം വന്ന ആരാണോ അവരെ എടുത്ത് മാറ്റുക, ആദ്യം വന്ന പേജിനെ എടുത്ത് നമ്മൾ മാറ്റുക, പുതുതായിട്ട് വരുന്ന പേജിനെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഹിറ്റ് എന്ന് പറയുന്ന 5 ആണ്. അതായത് ഈ ആരോടെ എണ്ണം നോക്കിയാൽ മതി, 5 ആരോസ് ഉണ്ടല്ലേ. അപ്പൊ 5 ഹിറ്റ് ആണ് വന്നിട്ടുള്ളത്. ഈ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പേജ് റെഫറൻസ് വരുന്ന സമയത്ത് ആ പേജ് മെയിൻ മെമ്മറിയിൽ ഉണ്ടെങ്കിൽ എന്താണ്, അത് ഹിറ്റ് ആണ് അല്ലെ. ആ പേജ് മെയിൻ മെമ്മറി ഇല്ലെങ്കിലാണ് അതിനെ പേജ് ഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പേജ് ഫോൾട്ട് എന്താണ്, 15 പേജ് ഫോൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് 15 പേജ് ഫോൾട്ടും 5 ഹിറ്റും ആണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ഹിറ്റ് ഡിവൈഡർ ബൈ പേജ് ഫോൾട്ട് പ്ലസ് ഹിറ്റ്. ഇതാണ് ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഹിറ്റ് റേഷ്യോ കാണുന്ന ഇക്വേഷൻ ആണത്. ഹിറ്റ് ഡിവൈഡർ ബൈ പേജ് ഫോൾട്ട് പ്ലസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹിറ്റ് റേഷ്യോ കിട്ടും. അപ്പൊ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താ, 5/20 ആണ് ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇത് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പ്രോബ്ലം ചോദിക്കും. ഓക്കെ, ഇനിയുള്ള രണ്ടാമത് വരുന്ന ഓക്കെ, അതിനുമുമ്പ് നമുക്ക് കുറച്ച് കാര്യം നോക്കാനുണ്ട്. ഇപ്പൊ ഈ ഇവിടെ നമ്മൾ ഫ്രെയിം നമ്പർ 4 ഫ്രെയിം യൂസ് ചെയ്യാന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ 3 ഫ്രെയിമാണ് യൂസ് ചെയ്തത് അല്ലെ. ഈ രണ്ടാമത്തെ എക്സാമ്പിളിൽ നമ്മൾ 4 ഫ്രെയിം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 4 ഫ്രെയിം ഇവിടെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹിറ്റ് എന്ന് പറയുന്ന 10 വരും, പേജ് ഫോൾട്ട് എന്ന് പറയുന്നത് 10 വരും. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the number of frame increases the page fault rate is decreases. കണ്ടോ, ഫ്രെയിം നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പേജ് ഫോൾട്ട് റേറ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതായത് നേരത്തെ ആ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയാൽ ഇവിടെ പേജ് ഫോൾട്ട് റേറ്റ് 15 ആണ് അല്ലെ. ഫ്രെയിം നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. രണ്ടാമത്തെ എക്സാമ്പിളിൽ ഫ്രെയിം നമ്പർ എന്ന് പറയുന്നത് 4 ആണ്, പേജ് ഫോൾട്ട് റേറ്റ് എന്ന് പറയുന്നപ്പോൾ കുറഞ്ഞു, ഉണ്ടാവും 10 ആയി. അതാണ് പറഞ്ഞത്, നമ്പർ ഓഫ് ഫ്രെയിം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പേജ് ഫോൾട്ട് റേറ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഡിക്രീസ് ചെയ്യും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ കാണിച്ചത്. ഓക്കെ, പക്ഷെ ചില കേസസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു കേസ് നോക്കിക്കേ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 3 ഫ്രെയിമായി യൂസ് ചെയ്തേക്കുന്നത്. ഈ 3 ഫ്രെയിം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫിഫോ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. 3 ഫ്രെയിം യൂസ് ചെയ്ത് നമ്മൾ ചെയ്തു. ഹിറ്റ് 3 കിട്ടി, പേജ് ഫോൾട്ട് റേറ്റ് 9 കിട്ടി. ഇനി ഇതേ എക്സാമ്പിൾ തന്നെ ഞാൻ 4 ഫ്രെയിം യൂസ് ചെയ്യാൻ നോക്കുക. അതായത് ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ 4 ഫ്രെയിം ഞാൻ യൂസ് ചെയ്തു. സെയിം എക്സാമ്പിൾ ആണ്, 4 ഫ്രെയിം യൂസ് ചെയ്തു. ഇവിടെ ഹിറ്റ് എന്ന് പറഞ്ഞ 2 വന്നു, പേജ് ഫോൾട്ട് എന്ന് പറഞ്ഞ 10 വന്നു. ഓക്കെ,
അപ്പൊ ചില കേസസിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ചില കേസസിൽ നമ്പർ ഓഫ് ഫ്രെയിം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പേജ് ഫോൾട്ട് റേറ്റും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതായത് ചില കേസസിൽ നമ്പർ ഓഫ് ഫ്രെയിം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പേജ് ഫോൾട്ട് റേറ്റും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഇതിനെ പറയുന്ന പേരാണ് ബിലാഡിസ് അനോമലി എന്ന് പറയുന്നത്. അപ്പൊ ബിലാഡിസ് അനോമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ഫ്രെയിം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പേജ് ഫോൾട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു കേസിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ബിലാഡിസ് അനോമലി എന്ന് പറയുന്നത്. ഇത് സാധാരണ ഫിഫോയ്ക്കകത്ത് മാത്രമുള്ള ഒരു പ്രശ്നമാണ്. ഫിഫോയിൽ ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണ്, നമുക്ക് പറയാൻ പറ്റിയ ഒരു പ്രോബ്ലം ആണ് ഈ ബിലാഡിസ് അനോമലി എന്ന് പറയുന്നത്. അപ്പൊ ബിലാഡിസ് അനോമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചില കേസസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ചില കേസസിൽ നമ്പർ ഓഫ് ഫ്രെയിം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പേജ് ഫോൾട്ട് റേറ്റും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം ഫിഫോയിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണിത്. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് എന്ത്, ബിലാഡിസ് അനോമലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഇത്, ബിലാഡിസ് അനോമലി എന്ന് പറയുന്നത്. ഇത് ഒരുപാട് തവണ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമല്ലോ, അപ്പൊ അങ്ങനെയുള്ള കേസിൽ പല ക്വസ്റ്റ്യൻസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്താണ് ഈ ബിലാഡിസ് അനോമലി എന്നുള്ളത്. ഓക്കെ, ഇത് ഫിഫോയ്ക്കകത്താണ് ഉണ്ടാകുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഫിഫോ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ് ഈ ബിലാഡിസ് അനോമലി എന്ന് പറയുന്നത്. ബിലാഡിസ് അനോമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ഫ്രെയിം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പേജ് ഫോൾട്ട് റേറ്റും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ചില കേസസിൽ മാത്രമേ ഇങ്ങനെ വരുള്ളൂ കേട്ടോ. അപ്പൊ അതിനെ പറയുന്ന പേരാണ് ബിലാഡിസ് അനോമലി. ഇനി രണ്ടാമത് വരുന്നതാണ് ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒപ്റ്റിമലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് പേജ് ഫോൾട്ട് റേറ്റ് ആയിരിക്കും ഈ ഒപ്റ്റിമലിന് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ബിലാഡിസ് അനോമലി എന്ന് പറഞ്ഞൊരു പ്രോബ്ലം വരത്തില്ല. ബിലാഡിസ് അനോമലി ഉണ്ടാകുന്നത് ഫിഫോയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കുക. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റീപ്ലേസ് ദ പേജ് ദാറ്റ് വിൽ നോട്ട് ബി യൂസ്ഡ് ഫോർ ദ ലോങ്സ്റ്റ് പീരീഡ് ഓഫ് ടൈം. അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫ്രെയിമിനെ ഫില്ല് ചെയ്യുക ഉണ്ടോ, ഇവിടെ ഫ്രെയിമിനെ ഫില്ല് ചെയ്തു, 7 വന്നു, ഫസ്റ്റ് 7നെ ഫില്ല് ചെയ്തു, പിന്നെ 07 107 അങ്ങനെ ഫ്രെയിമിനെ ഞാൻ ഫില്ല് ചെയ്തു. നെക്സ്റ്റ് 2 ആണ് വരുന്നത്. 2 വരുമ്പോഴത്തേനും ഞാൻ ഇതിൽ നിന്ന് ഈ 107ൽ നിന്ന് ഏതിനെ എടുത്ത് മാറ്റണം എന്നുള്ളതാണ് അല്ലെ, ഏതിനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. ഈ 2വിനെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 107ൽ നിന്ന് ഏത് പേജിനെ എടുത്ത് മാറ്റണം. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് റീപ്ലേസ് ദ പേജ് ദാറ്റ് വിൽ നോട്ട് ബി യൂസ്ഡ് ഫോർ ദ ലോങ്സ്റ്റ് പീരീഡ് ഓഫ് ടൈം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഈ 1ഉം 0 എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് 0 ഇവിടെ തൊട്ടടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്, 1 എന്ന് പറയുന്നതും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറെ അകലെയാണ് 7 വീണ്ടും വരുന്നത് അല്ലെ. അപ്പൊ 7 ഇവിടെ ഇങ്ങേ അറ്റത്താണ് വരുന്നത്. അപ്പൊ നമുക്ക് 7നെ അതായത് 7നെ ഈ അടുത്ത ഉള്ള സമയങ്ങളിൽ ഒന്നും 7നെ ഇനി നമുക്ക് യൂസ് ചെയ്യുന്നില്ല അല്ലെ. അതുകൊണ്ട് നമുക്ക് 7നെ എടുത്ത് മാറ്റാൻ പറ്റും. അപ്പൊ ഞാൻ 7നെയാണ് എടുത്ത് മാറ്റിയത്. അപ്പം 210. ഇനി നോക്കുമ്പോൾ ഇവിടെ ഹിറ്റ് ആണ് അല്ലെ, ഹിറ്റ് വരുന്നുണ്ട് കാരണം ഇവിടെ 0 തൊട്ടടുത്ത് തന്നെ ഉണ്ട്, ഹിറ്റ് ഉണ്ട്. ദെൻ 320 വന്നു. 3 വരുന്ന സമയത്ത് എന്താണ്, 3 വരുന്ന സമയത്ത് ഏതിനെ എടുത്ത് മാറ്റണം, ഈ 210ൽ നിന്ന് ഏതിനെയാണ് മാറ്റേണ്ടത്. ഈ നെക്സ്റ്റ് 0യെ എടുത്ത് മാറ്റാൻ പറ്റില്ല കാരണം 0 തൊട്ടടുത്ത് വരുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും പിന്നെ യൂസ് ചെയ്യാത്ത ഏതാണ്, 1 ആണ്. 2 എന്ന് പറയുന്നത് 4 കഴിഞ്ഞ ഉടനെ ഇവിടെ 2 വരുന്നുണ്ട്, പിന്നെ ഈ കുറെ കഴിഞ്ഞിട്ടാണ് പിന്നെ 1 വരുന്നത് അല്ലെ. അപ്പൊ ഈ അടുത്ത കാലത്തൊന്നും യൂസ് ചെയ്യാത്തത് 1 ആണ്. അങ്ങനെയാണ് 1നെ എടുത്ത് നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ 320 എന്ന് വന്നത്. ഇനി നെക്സ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് ഹിറ്റ് തന്നെ വരും അല്ലെ, കാരണം ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്, ഹിറ്റ് വരും. ദെൻ 4ന്റെ കേസ് ആണെങ്കിൽ എന്താണ്, നമ്മൾ ഏതിനെ എടുത്ത് മാറ്റും, ഈ 320ൽ നിന്ന് ഏതിനെയാണ് നമ്മൾ മാറ്റേണ്ടത്. 4 വരുന്ന സമയത്ത് 4നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ 320ൽ നിന്ന് ഏതിനെ എടുത്ത് മാറ്റണം. അതായത് ഇവിടെ നോക്കുക, നമുക്ക് 3 എന്ന് പറയുന്നത് 2 കഴിഞ്ഞുകൊണ്ട് ഉടനെ തന്നെ 3 വരുന്നുണ്ട്, അപ്പം മാറ്റാൻ പറ്റില്ല. കാരണം ഈ അടുത്ത കാലത്തൊന്നും ഉപയോഗിക്കാത്തത് ഏതാ, പിന്നെ 0 ആണ് കേട്ടോ. 0 എന്ന് പറയുന്നത് ഈ അടുത്ത സമയത്തൊന്നും ഉപയോഗിക്കുന്നില്ല. 2ഉം 3ഉം അടുത്തടുത്ത് വരുന്നുണ്ട് അല്ലെ, അതുകൊണ്ട് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് 0 വരുന്നത്. സോ നമുക്ക് 2ഉം 3ഉം അവിടെ നമ്മൾ വെച്ചിട്ട് നമുക്ക് 0 എടുത്ത് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പം അടുത്ത കാലത്ത് അങ്ങ് ഉപയോഗിക്കാത്ത ഏതാണോ അതിനെ എടുത്ത് മാറ്റിയാൽ മതി. അതാണ് ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് LRU, ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ് എന്ന് പറയും. LRU എന്ന് പറയുന്നത്, LRUന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക്വേർഡ് നോക്കിയാൽ മതി. അപ്പം ആദ്യം തന്നെ ഞാൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രെയിമിനെ ഫില്ല് ചെയ്യുക അല്ലെ, 707 107. ഓക്കെ, ഫ്രെയിമിനെ ഞാൻ ഫില്ല് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുക, ഇനി നെക്സ്റ്റ് എനിക്ക് വരുന്നത് 210 എന്നാ. ഈ ബാക്കിലേക്ക് നോക്കിയാൽ മതി, 210 അതായിരിക്കും വരുന്നത് കേട്ടോ. 0 അടുത്ത 0 ഹിറ്റ് ആണ്. ഇനി 3 വരുന്ന സമയത്ത് എന്ത് വരും, 302 എന്ന് വരും കേട്ടോ, 302. അതായത് ബാക്ക്വേർഡ് നോക്കുക, 302 അതാണ് ഇവിടെയും വന്നേക്കുന്നത്. ഇനി ഇവിടെ 0 വരുന്ന സമയത്ത് ഇവിടെ ഹിറ്റ് ആണ്. ഇനി 4 വരുന്ന സമയത്ത് എന്ത് വരും, 403 എന്ന് വരും ഇവിടെ കേട്ടോ, 403. ഇനി നെക്സ്റ്റ് 2 വരുന്ന സമയത്ത് എന്ത് വരും, 240 എന്ന് വരും, 240. ഇനി 3 വരുന്ന സമയത്താണെങ്കിൽ 324 എന്ന് വരും കേട്ടോ, 324 എന്നല്ലേ ഇവിടെ വന്നേക്കുന്നത്. സോ ബാക്ക്വേർഡ് എന്താണോ, ബാക്ക്വേർഡ് നോക്കിയിട്ട് നേരെ താഴോട്ട് എഴുതിയാൽ മതി. ബാക്ക്വേർഡ് നോക്കിയിട്ട് നേരെ താഴോട്ട് എഴുതുക, അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഓൾറെഡി ഉള്ളതാണെങ്കിൽ അവിടെ ഹിറ്റും വരും. ഓക്കെ, അപ്പൊ ഇതാണ് ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ് എന്ന് പറയുന്ന പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. ഇനി LRU ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് ഹാർഡ്വെയർ സപ്പോർട്ട് ഉണ്ട്. ഹാർഡ്വെയറിന്റെ സപ്പോർട്ട് കൂടിയിട്ടാണ് നമ്മൾ ഈ ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ് എന്ന് പറയുന്നതിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്.
അപ്പൊ അവിടെ ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കൗണ്ടേഴ്സ്, ഒന്നെങ്കിൽ കൗണ്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് LRUവിനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു ലോജിക്കൽ ക്ലോക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെ കൗണ്ടർ എന്ന് പറയും. ഒരു ലോജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ കൗണ്ടർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ പേജ് ടേബിളിനകത്ത് ടൈം ഓഫ് യൂസ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡും കൂടെ ആഡ് ചെയ്യും. ടൈം ഓഫ് യൂസ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്. ഈ ഫീൽഡും കൂടെ നമ്മൾ പേജ് ടേബിളിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ലോജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ ഒരു കൗണ്ടറും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേജിനെ റെഫർ ചെയ്യുന്ന സമയത്ത് ക്ലോക്ക് രജിസ്റ്ററിന് അല്ലെങ്കിൽ ക്ലോക്ക് രജിസ്റ്റർ ഉണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞു. അപ്പൊ ക്ലോക്ക് ഉണ്ട്, ആ ക്ലോക്കിൽ ഒരു രജിസ്റ്റർ ഉണ്ട്. സോ ക്ലോക്ക് രജിസ്റ്ററിലുള്ള കണ്ടന്റിനെ നമ്മൾ പേജ് ടേബിളിലെ ടൈം ഓഫ് യൂസ് എന്ന് പറഞ്ഞ ആ ഒരു ഫീൽഡിലേക്ക് നമ്മൾ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു പേജിനെ റെഫർ ചെയ്യുന്ന സമയത്ത് ക്ലോക്കിന്റെ രജിസ്റ്ററിലുള്ള കണ്ടന്റിനെ നമ്മൾ പേജ് ടേബിളിലുള്ള ആ ടൈം ഓഫ് യൂസ് എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ടല്ലോ, ആ ഫീൽഡിലേക്ക് നമ്മൾ കോപ്പി ചെയ്യും. ഓക്കെ, അതായത് ക്ലോക്ക് രജിസ്റ്ററിലുള്ള കണ്ടന്റിനെ ടൈം ഓഫ് യൂസ് എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് നമ്മൾ കോപ്പി ചെയ്യും. ഓക്കെ, അപ്പം സ്മോളസ്റ്റ് ടൈം വാല്യൂ ഉള്ള പേജിനെയാണ് പിന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. സ്മോളസ്റ്റ് ടൈം വാല്യൂ വരുന്ന പേജിനെയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്ത് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ കൗണ്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റാക്ക് ആണ്. സ്റ്റാക്കിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ നമ്മൾ പേജ് നമ്പർ എല്ലാം ഒരു സ്റ്റാക്കിൽ നമ്മൾ വെക്കും. പേജ് നമ്പേഴ്സിനെ എല്ലാം നമ്മൾ ഒരു സ്റ്റാക്കിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു പേജ് റെഫറൻസ് വരുന്ന സമയത്ത് ആ പേജ് നമ്പറിനെ സ്റ്റാക്കിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തിട്ട് സ്റ്റാക്കിന്റെ ടോപ്പിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, പേജ് റെഫറൻസ് വരുമ്പോഴത്തേക്കിനും ആ പേജ് നമ്പറിനെ സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് സ്റ്റാക്കിന്റെ ടോപ്പിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, അല്ലെ? അപ്പം സോ സ്റ്റാക്കിന്റെ ടോപ്പിൽ എപ്പോഴും എന്ത് വരും? മോസ്റ്റ് റീസെന്റ് ആയിട്ട് യൂസ് ചെയ്ത പേജ് നമ്പർ ആയിരിക്കും സ്റ്റാക്കിന്റെ ടോപ്പിൽ വരുന്നത്. മോസ്റ്റ് റീസെന്റ് ആയിട്ട് യൂസ് ചെയ്ത പേജ് നമ്പർ സ്റ്റാക്കിന്റെ ടോപ്പിലും വരും. ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ് പേജ് നമ്പേഴ്സ് സ്റ്റാക്കിന്റെ ബോട്ടത്തിലും വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പേജിനെ റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പേജിനെ റീപ്ലേസ് ചെയ്യുക. അപ്പൊ ഈ രണ്ട് ഇംപ്ലിമെന്റേഷൻ ആണ് ചെയ്യുന്നത്. കൗണ്ടറും സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ LRU ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ്വെയർ സപ്പോർട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ LRU ഒപ്റ്റിമൽ എന്ന് പറയുന്നത് ബിലാഡിസ് അനോമലി ഇല്ല എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇതുകൊണ്ട് ഈ രണ്ട് അൽഗോരിതം നമുക്ക് സ്റ്റാക്ക് അൽഗോരിതം എന്ന് പറയാൻ പറ്റും. LRU ഒപ്റ്റിമൽ എന്ന് പറയുന്നത് സ്റ്റാക്ക് അൽഗോരിതം ആണ്. അവിടെ ബിലാഡിസ് അനോമലി എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയേ ഇല്ല, അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകത്തില്ല. അപ്പൊ ഈ സ്റ്റാക്ക് അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഈ രണ്ട് എക്സാമ്പിൾ നോക്കിയേ. ഇപ്പൊ ഈ രണ്ട് സെയിം എക്സാമ്പിൾസ് ആണ്. ആദ്യത്തെ ഫ്രെയിം നമ്പർ 3യും രണ്ടാമത്തെ ഫ്രെയിം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4ഉം ആണ് വരുന്നത്, അല്ലെ? ആദ്യത്തെ 3 ഫ്രെയിം നമ്പർ, 3 ഫ്രെയിം ഉണ്ട് ആദ്യത്തേന്, രണ്ടാമത്തേന് 4 ഫ്രെയിം ഉണ്ട്. അപ്പൊ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് എടുത്ത് നോക്കിയേ. ഈ 1ന്റെ അവിടെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഈ 1 രണ്ടിടത്തും കൺസിഡർ ചെയ്യുക. അപ്പൊ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഫ്രെയിം നമ്പർ 4ന്റെ ഉള്ള ആ ഒരു അതിന്റെ ഒരു സബ്സെറ്റ് ആണ് ശരിക്കും ഫ്രെയിം നമ്പർ 3 എന്ന് പറഞ്ഞത്, അല്ലെ? ഈ 1 എന്ന് പറഞ്ഞ ഇൻസ്റ്റൻസ് നോക്കിയാൽ ഇതിന്റെ ഒരു സബ്സെറ്റ് അല്ലേ ഇപ്പുറത്തെ ഈ വന്നേക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇതിനെ സ്റ്റാക്ക് അൽഗോരിതം എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഈ ഒരു ഫ്രെയിം നമ്പർ 4ന്റെ സബ്സെറ്റ് ആയിട്ടാണ് ഫ്രെയിം നമ്പർ 3 വരുന്നത്. കണ്ടോ? അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് നോക്കിയാൽ നമുക്കറിയാം ഇവിടെ 0174, ഇവിടെ 107 അല്ലേ വന്നേക്കുന്നത്. അപ്പം ഇതിന്റെ ഒരു സബ്സെറ്റ്, ഈ രണ്ടാമത്തെ ഫ്രെയിം നമ്പർ 4ന്റെ ഒരു സബ്സെറ്റ് ആണ് ആക്ച്വലി ഫ്രെയിം നമ്പർ 3യുടെ ഈ ഒരു കേസിൽ വരുന്നത്, അല്ലെ? അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ് ഇതൊരു സ്റ്റാക്ക് അൽഗോരിതം ആണ്. ഓക്കെ, അപ്പം ഈ LRU എന്ന് പറയുന്നത് ഒപ്റ്റിമൽ അൽഗോരിതവും LRU അൽഗോരിതം എന്താണ്? സ്റ്റാക്ക് അൽഗോരിതം ആണ്. അതുകൊണ്ട് അവിടെ ബിലാഡിസ് അനോമലി എന്ന് പറഞ്ഞൊരു പ്രോബ്ലം വരത്തില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ കൂടുതൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ് ഉണ്ട്. ഇത്രയും നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള അൽഗോരിതംസ് ആണ്, പഠിച്ചിരിക്കേണ്ട അൽഗോരിതംസ് ആണ്. ഓക്കെ, സോ ബാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.